പ്രതിരോധിക്കാനാകുമോ ഈ ഘട്ടത്തിലും പാർട്ടിക്ക്? നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ CPM-ൽ കണ്ടിട്ടുള്ള തർക്കങ്ങളെല്ലാം പ്രത്യയശാസ്ത്ര തർക്കങ്ങളായിരുന്നു. അതിൽ ഇപ്പോൾ VS-ഉം പിണറായിയും തമ്മിലുള്ള തർക്കം തന്നെ കാണുമ്പോൾ പ്രത്യയശാസ്ത്രവും പ്രായോഗികതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെ പ്രായോഗികതയിലേക്ക് വന്നതിൻ്റെ ഘട്ടത്തിലാണ് ഈ PV അൻവറൊക്കെ തന്നെയും ഇടത് പാളയത്തിലേക്ക് എത്തുന്നത് പോലും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ തരത്തിലല്ല ഇതിപ്പോൾ മറ്റു ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിനെ വ്യക്തിപരമായിട്ടാണ്. അപ്പോൾ എപ്പോഴും നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ പാർട്ടിക്കെതിരായിട്ടുള്ള ആയുധം, നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരായിട്ടുള്ള യുദ്ധമായിട്ട് കാണുകയും അത് പാർട്ടി പ്രതിരോധിക്കും എന്ന രൂപത്തിൽ പറയുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഈ പാർട്ടിയിലെ ഓരോ നേതാക്കളുടെയും വ്യക്തിപരമായ നടപടികളെയാണ് എടുത്തു പറഞ്ഞുകൊണ്ട് അൻവർ വിമർശിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞു, പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അൻവറിനെ പൂർണ്ണമായി തള്ളി, അൻവറിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി, അൻവറിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് സാധിക്കില്ല. അതിലൊരു പൂർണ്ണമായ വിജയം സാധ്യമല്ല. രാജിവെക്കാനും CPM-ന് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കും എന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ PV അൻവർ ഒരു അസാധാരണമായ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശൈലി സ്വീകരിക്കുകയും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടികൾ പാർട്ടിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ നോക്കൂ, വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് പല കാര്യങ്ങളും PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, PV അൻവർ, KT ജലീൽ, അബ്ദുറഹിമാൻ തുടങ്ങിയ നേതാക്കൾ മലപ്പുറത്ത് പാർട്ടിക്ക് CPM അവിടെ മലപ്പുറത്തെ ചുവപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ചാണ് ജലീലും അൻവറുമൊക്കെ. ആ രൂപത്തിൽ അവിടെ മലപ്പുറത്തിൽ സ്വാധീനമുണ്ട്, മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ സഖാക്കൾ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവിടെയാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലപ്പുറം എന്ന ജില്ലയിൽ, മലപ്പുറം കള്ളക്കടത്തുകാരുടെ ജില്ല എന്ന രൂപത്തിൽ, അതായത് പോലീസുകാർ വളരെ സാങ്കേതികമായി പറയുന്ന കാര്യം, ഒരു പാർട്ടി നേതാവ് മുഖ്യമന്ത്രിയായാലും അത് അവതരിപ്പിക്കുമ്പോൾ പറ്റുന്ന ഒരു പിഴവാണ്. മലപ്പുറത്ത് നിന്നാണ് കൂടുതൽ കേസുകൾ, ആ ജില്ലയിൽ നിന്ന് കേസുകൾ എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ പെടുന്ന കരിപ്പൂർ വിമാനത്താവളം എന്നുള്ളത് സാങ്കേതികം മാത്രമാണ്. മലപ്പുറം എന്നുള്ളത് തൊട്ടപ്പുറത്താണ് കോഴിക്കോട് നിൽക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ് നിൽക്കുന്നത്. അതുപോലെ അത്രയേ ഉള്ളത്. അപ്പോൾ അത് ആ ജില്ലയിൽ മൊത്തം ആളുകൾ സ്വർണ്ണക്കടത്തുകാരാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും പറയാനും ഇടവരുമ്പോൾ, മലപ്പുറത്ത് നമുക്ക് ഈ താനൂർ കേസിൻ്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ അവിടെ ചർച്ചയ്ക്ക് പോയ ഘട്ടത്തിലൊക്കെ അവിടെ പലരും വന്നിട്ട് നമ്മുടെ അടുത്ത് പരാതിപ്പെടുന്നത്, പല കേസുകളിലായി പെടുത്തുന്നത് ആളുകളെ പോലീസുകാർ, അതായത് മുസ്ലിം നാമധാരികളെ തന്നെ പോലീസുകാർ ലക്ഷ്യമിടുന്നു എന്നൊരു പരാതി അവർക്കുണ്ട്. അവരൊരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതുവായ പരാതി ഉയരുകയും അങ്ങനെ പരാതികൾ കേൾക്കാനുള്ള ഒരാളായി അൻവർ മാറുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ മുന്നോട്ട് വരുന്നു എന്ന രൂപത്തിൽ ഒരു പ്രശ്നപരിഹാരകനായി അദ്ദേഹം മാറുകയും ചെയ്യുകയാണ്. ആ പരാതികളാണ് അദ്ദേഹം പാർട്ടിയുടെ മുന്നിലേക്ക് എത്തിച്ചത്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. താൻ പിതൃതുല്യൻ എന്ന് കരുതിയിരുന്ന മുഖ്യമന്ത്രിയോട് ഇപ്പോൾ മുഖ്യമന്ത്രി ആ 5 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചതിന് പോലും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ്. 5 മിനിറ്റല്ല, എത്ര നേരം താനിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നടക്കം പറയുമ്പോൾ അത് കളവായിട്ട് നമുക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ തന്ത്രങ്ങൾ ചിലപ്പോൾ പറയുന്ന വാചകങ്ങളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ മലപ്പുറം എന്ന വിഷയം അദ്ദേഹം എടുത്തിട്ടത് അത് ചില മർമ്മത്തിൽ തന്നെ കൊള്ളുന്ന വിഷയമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പാർട്ടി സമ്മേളന കാലയളവാണ്. പാർട്ടി സഖാക്കൾക്കിടയിൽ ഇപ്പോൾ PV അൻവറിനെ തന്നെ പല സഖാക്കളും വിളിക്കുന്നു എന്ന് പറയുന്നു. സാധാരണ പ്രവർത്തകരാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അൻവർ പറയുകയാണ്. ഇവർക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയിൽ വിശ്വാസമുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയി MV ഗോവിന്ദൻ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര കടുംപിടുത്തം, അദ്ദേഹം ചില എടുക്കുന്ന നിലപാടുകളൊക്കെ ആ തരത്തിൽ പാർട്ടിയുടെ കടുത്ത നിലപാടുകളായിരിക്കാം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ സംശയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ദുർബലനാകുന്നത് പല ഘട്ടങ്ങളിലും കണ്ടു. കാരണം പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് പിന്നാക്കം പോകേണ്ട അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അതാണ് അവസാന വാക്ക് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായും വ്യക്തത വന്നിരിക്കുകയാണ് അൻവറിൻ്റെ ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെ. ഇനി അൻവർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും, പിണറായി വിജയനെതിരെ ഈ രൂപത്തിലേക്ക് നീങ്ങും എന്ന് പാർട്ടിയും കരുതിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവറിനെ പല ഘട്ടങ്ങളിലും പാർട്ടി നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അൻവർ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു ആയുധമായിരുന്നു. ആ ആയുധം എതിരാളികൾക്കെതിരെ നന്നായി പ്രവർത്തിക്കുകയും അതിന് വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അൻവർ തന്നെ പാർട്ടിക്കെതിരെ തിരിയുന്നു.
പാർട്ടി ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സംവിധാനമാണ് എന്ന് അദ്ദേഹം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പാർട്ടി അങ്ങനെ തന്നെയാണ്, പാർട്ടിക്ക് പാർട്ടിയുടേതായ ചട്ടക്കൂടുണ്ട്. പക്ഷേ അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ചെയ്യുന്ന അഴിമതി അത് ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല, ചോദ്യം ചെയ്യപ്പെടാതെ അത് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ മരം മുറി തൊട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന അവിടുത്തെ കേസുകൾ തൊട്ട് ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊന്നും കൃത്യമായ മറുപടികളല്ല വരുന്നത്. ADGP എഴുതി കൊടുത്ത മറുപടിയാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് പറയുന്നത്. ADGPയെ ഒരു ഘട്ടത്തിൽ മരുമകൻ എന്ന് പോലും വിളിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ പറയുന്നു, പാർട്ടി സെക്രട്ടറിയെ പറയുന്നു. അപ്പോൾ ഇനി എനിക്കൊന്നും നോക്കാനില്ല, എൻ്റെ വീടിന് ചുറ്റും തുറന്നിട്ട വാതിലിൻ്റെ മുന്നിൽ എപ്പോഴും പോലീസ് റോന്ത് ചുറ്റുന്നുണ്ട്, നാളെ എന്തും സംഭവിക്കാം എന്നുകൂടി ജനങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്. നാളെ PV അൻവറിന് എന്ത് സംഭവിച്ചാലും, നാളെ PV അൻവറിനെതിരെ കേസുകൾ വന്നാൽ കേസുകൾ വരുന്ന അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കേസുകൾ ഇപ്പോൾ നിലവിൽ തന്നെയുള്ള കേസുകൾ ചിലപ്പോൾ വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതൊരു പ്രതികാര നടപടിയാണ് എനിക്കെതിരെ വരുന്നത് എന്ന് ജനങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സമ്മേളന കാലയളവാണ്, വലിയ ബുദ്ധിമുട്ടാണ് പാർട്ടിക്ക് ഇത് വിശദീകരിക്കാൻ. PV അൻവറിനെ തള്ളിക്കൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ പോലും പ്രതികരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ PV അൻവറിൻ്റെ പോരാട്ടത്തിൽ PV അൻവറിന് ഒരു രാഷ്ട്രീയ പിന്തുണയുമില്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും പിന്തുണ ആദ്യഘട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ നെക്സസ് എന്ന് പറഞ്ഞത്. കാരണം അപ്പോഴേക്കും ഹസ്സൻ്റെ പ്രതികരണം വന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നു, മലപ്പുറത്തെ പ്രാദേശിക ലീഗ് നേതാവിൻ്റെ പിന്തുണയ്ക്ക് അത് തള്ളിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയും P ശശിയും ഒക്കെ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴതാ കോൺഗ്രസ്, ഇപ്പോൾ സുധാകരൻ്റെ ഒടുവിലത്തെ പ്രതികരണം എന്താണ്, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട് എന്ന് പറയുമ്പോൾ വാതിൽ പതുക്കെ തുറക്കുകയാണെന്നുള്ള VD സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം VD സതീശനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അന്ന് CPM പോലും അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും അപമാനിച്ച വ്യക്തി എന്ന നിലയ്ക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് ഇനി എടുക്കുക എന്നുള്ള സമീപനം, എന്ത് സമീപനമായിരിക്കും എന്നുള്ള പ്രധാനമാണ്. PV അൻവറിന് ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം ആ വാർത്താ സമ്മേളനത്തിന് ഇപ്പോൾ കിട്ടുന്ന പിന്തുണ ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാൾ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യം കുറഞ്ഞു വന്നേക്കാനിടയൊക്കെയുണ്ട്. പക്ഷേ നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് RSS ADGP കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ അദ്ദേഹം അങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് ആർക്കു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യം അവിടെ വരുന്നു. ആ ചോദ്യം CPI ഉന്നയിക്കുന്നുണ്ട്. CPIക്കും മറുപടി കിട്ടിയിട്ടില്ല. CPI ഇന്ന് പോലും പറയുന്നു 4 അന്വേഷണങ്ങൾ നേരിടുന്ന ADGPയുടെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ തുടരുകയാണെന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ CPI ഉന്നയിക്കുന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതിനൊന്നും മറുപടിയില്ലാതെ മുന്നോട്ട് പോവുക പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. Meet the editors.